ഖുർആനിൽ വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ഖുർആൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആഫ്രിക്കയിൽ നിന്നും കിട്ടും. ആഫ്രിക്കത്തെ ഖുർആനും അമേരിക്കത്തെ ഖുർആനും അങ്ങനെ ലോകമെമ്പാടുള്ള ഏത് ഖുർആൻ എടുത്ത് നോക്കിയാലും അത് തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന വാദമുള്ളത് ഏതെങ്കിലും സാധാരണക്കാർക്കല്ല. അങ്ങനെ സാധാരണക്കാർക്ക് വാദമുള്ള പോലെയാണ് ഇവിടെ പലരും കമൻറ്റിലൊക്കെ എഴുതി വെച്ച കണ്ടാൽ നമുക്ക് തോന്നാം. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്, അത് ഞാനത് കൃത്യമായി കണ്ട സ്ഥലം അബുൽ അഅല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൻ്റെ മലയാള പരിഭാഷയിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസമില്ലാതെ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്, എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഖുർആൻ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന വാദം പലർക്കും പ്രമുഖർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട്. പിന്നെ അതിനോട് കൂടെ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം, ഇതിൽ ഒരു നിലക്കും മാറ്റങ്ങളില്ല, പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വള്ളിപുള്ളി കുത്ത് കോമ എന്നുള്ളതൊക്കെ ഖിറാഅത്തിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് മാത്രമാണ്, അല്ലാതെ മാറ്റമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ഈ ഒരു പ്രിസർവേഷൻ വാദത്തിനെ അങ്ങോട്ട് ന്യായീകരിച്ച് വെളുപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പരമ്പരയിൽ. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ ഭാഗം ആലു ഇമ്രാൻ, സൂറത്ത് ആലു ഇമ്രാനിലെ 133-ാമത്തെ ആയത്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അതിൽ വസാരിഉ, നമ്മുടെ സൗദി ബേസ്ഡുള്ള ഖുർആനിലുള്ള ഭാഗമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് പറയുന്ന വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാധനമുണ്ട്. വസാരിഉ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ധൃതിപ്പെടുക എന്ന് പറഞ്ഞിട്ട് ആണ് അർത്ഥം വരുന്നത്. ഇവിടെ വാ പൊതുവെ ആൻഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ആൻഡ് എന്നുള്ള രീതിയിൽ അല്ലാതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ടും വാ എന്ന അക്ഷരം അറബിയിലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ വാ നമ്മുടെ ഈ പറയുന്ന വർഷ് ഖുർആനിൽ, ഹഫ്സ് ഖുർആനിൽ കാണുന്ന വാ വർഷ് ഖുർആനിലേക്ക് വരുമ്പോൾ ഇല്ല. വർഷിലേക്ക് എത്തുന്ന സമയത്ത് വർഷിൽ നമ്മൾ 133-ാമത്തെ വചനം എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ സാരിഊന്നേ കാണാൻ കഴിയുള്ളൂ, അവിടെ വ കാണാൻ കഴിയില്ല നമുക്ക്. അതെങ്ങനെയാണ് സംഭവം? അപ്പോൾ ഈ മൊറോക്കോയിലെത്തിയ സമയത്ത് അവിടെ വാവ് എങ്ങനെ മിസ്സായത്? ഈ പറയുന്ന സംരക്ഷിക്കപ്പെട്ട ഖുർആൻ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണെന്ന് പറയപ്പെടുന്ന ഖുർആൻ, ആ ഖുർആനിൽ എങ്ങനെയാണ് സൗദിയിലുള്ള വാവ് എന്ന അക്ഷരം ഈ പറയുന്ന മൊറോക്കോയിലെത്തിയപ്പോൾ ഇല്ലാതായത്? എങ്ങനെയാണ്? സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? അതേപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, അതല്ല ഇഷ്ടത്തിനനുസരിച്ച് ചില സ്ഥലങ്ങളിലുള്ള ഇതൊക്കെ കളയാൻ പറ്റും, ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിസർവേഷനാണ് ഇതിലൊക്കെ നടന്നിട്ടുള്ളത്? ഇനി അതല്ലാതെ തന്നെ വേറെ ഒരു സംഭവം, അതായത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ഒരായത്തിൻ്റെ ഭാഗത്തിൽ വസ്വ എന്നുള്ള വ്യത്യാസവും ഔസ്വ എന്നുള്ള വ്യത്യാസവും ഈ വർഷ് ഹഫ്സ് ഖുർആനുകൾ തമ്മിലുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരത് മാലിക്കിയും മലിക്കിയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ പറയുമ്പോൾ ഈ വീഡിയോ കുറച്ചൊന്ന് വലുതാകും. എന്നാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഗതി എന്താണെന്നും, എന്നാൽ ചിലർ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് ഞാനൊന്ന് ബോർഡിൽ വരച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന ടീമിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമൊക്കെ ഖിറാഅത്തിനനുസരിച്ച് ഉണ്ടാവും, എന്നാൽ അതേസമയം സ്കെലിട്ടണിൽ യാതൊരു മാറ്റമില്ല എന്നാണ് അവർ പറയുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ ഇത് സംബന്ധമായിട്ട് ഖിറാഅത്തിൻ്റെ വേരിയേഷൻ സംബന്ധമായിട്ട് അവർ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ സ്കെലിട്ടൺ എന്നുള്ളതുകൊണ്ട് അവരെന്ത് ഉദ്ദേശിച്ചത് എന്നുള്ള പറഞ്ഞാൽ അവരപ്പോൾ അതിന് മാലിക് യൗമിദ്ദീനും തമ്മിലുള്ള മാറ്റമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിലൊരു അക്ഷരം വരുമ്പോൾ അതിനെ മാലിക്കി എന്നാക്കാൻ പറ്റും, അതല്ലെങ്കിലോ ഇതിനെ തന്നെ മലിക്കി എന്നും ആക്കാൻ പറ്റും. ഇതൊക്കെ ഖിറാഅത്തിലുള്ള ചേഞ്ചായിട്ട് ഹഫ്സിലും വർഷിലും നമുക്ക് കാണാൻ പറ്റും. അതേസമയം ഈ പറയുന്ന അബുൽ അഅല മൗദൂദി പറയുന്ന വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്ന വാദം ഇവിടെ തന്നെ പൊളിയും, ഹഫ്സിലും വർഷിലുള്ളത്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് മുന്നേറിയിട്ട് അൺമാസ്കിങ് അനോമലീസ് ടീം പറയുന്നത് അങ്ങനെയല്ല, ഈ പറയുന്ന എഴുത്തിൻ്റെ സ്കെലിട്ടൺ, ആ സ്കെലിട്ടൺ ചേഞ്ച് ഇല്ല എന്നുള്ളതാണ്. ഈ സ്കെലിട്ടൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം, അതേ ചിഹ്നങ്ങളോ കുത്തുകളോ ഒന്നും ഇല്ലാതെ ഈ ഒരു നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ രീതിയിൽ നിൽക്കുന്ന അറബക്ഷരങ്ങളുടെ ആ ഒരു ഭാഗത്തിനെയാണ് ഇതിൻ്റെ സ്കെലിട്ടൺ എന്നുള്ളതുകൊണ്ട് അൺമാസ്കിങ് അനോമലീസ് ടീം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഉസ്മാൻ എന്ന് പറയുന്ന ചങ്ങാതി, മൂന്നാം ഖലീഫ
ക്രോഡീകരിച്ച ആ ഒരു ഖുർആൻ, ആ ഒരു അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ക്രോഡീകരിച്ച ഖുർആൻ്റെ ആ ഒരു ശൈലി, ആ ഒരു ശൈലിയിൽ യാതൊരു മാറ്റവും ഇല്ല എന്നും ആകെയുള്ള മാറ്റം ഖിറാഅത്തിനനുസരിച്ചുള്ള ഈ വള്ളി പുള്ളി അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ എന്നാണ് ആൾ പറയുന്നത്. ആര് പറയുന്നത്? ഈ അൺമാസ്ക് അനോമലീസ് ടീം പറയുന്നത്. നമുക്ക് അത് കേൾക്കാവുന്നതാണ്, നിങ്ങൾക്ക് പോയി കേൾക്കാവുന്നതാണ്. എന്നാൽ ഇനി അവിടെ ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഇവിടെ ഈ സ്കെലിറ്റണിൽ ഇവിടെ മാറൂല. അതായത് മലിക് യൗമിദ്ദീൻ ആവുമ്പോഴും മാലിക് യൗമിദ്ദീൻ ആവുമ്പോഴും അവിടെ അർത്ഥം മാറുമെങ്കിലും ഉടമ അതുപോലെ രാജാവ് എന്നൊക്കെയുള്ള രീതിയിൽ അർത്ഥം മാറുമെങ്കിലും ഇവിടെ ഈ സ്കെലിറ്റൺ മാറുന്നില്ല. എന്നാൽ അതേസമയം ഇവിടെ സ്കെലിറ്റൺ മാറുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞ ഔസ്വയും വസ്വയും. അതായത് ഒരു ഖുർആനിൽ ഔസ്വ എന്ന് കാണുന്ന സ്ഥലം മറ്റേ ഖുർആനിൽ വസ്വ എന്നാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഔസ്വയാണ്, ഒന്ന് വസ്വയാണ്. അപ്പോൾ ഇവിടെ അലിഫ് എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഈ വസ്വ എന്ന സ്ഥലത്ത് അലിഫ് എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഇവിടെ അലിഫുണ്ട്, ഒരു ഖിറാഅത്തിൽ അലിഫുണ്ട്, ഒരു ഖിറാഅത്തിൽ അലിഫില്ല. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ സ്ഥലം അടക്കം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാലിക് യൗമിദ്ദീൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ മാറ്റം വരുന്നത് ഈ പറയുന്ന മദ് മാത്രം. അതൊരു അക്ഷരമായിട്ടല്ല കൂട്ടുക, അത് നീട്ടണോ നീട്ടണ്ടേന്ന് പരിഗണിക്കാനുള്ള ഒരു ചിഹ്നമായിട്ട് മാത്രം അവിടെ കൂട്ടുള്ളൂ. അതിൽ ഇവിടെ മദ് കൊടുക്കുമ്പോൾ അവിടെ മാലിക്കുന്നു, ഇനി അതല്ല അവിടെ ഫതഹാണ് കൊടുക്കുന്നതെങ്കിൽ അത് മലിക്കുന്നു. അത് ചിഹ്നത്തിൻ്റെ മാത്രം മാറ്റമാണ്. എന്നാൽ ഇത് ഇവർ പറയുന്ന അൺമാസ്കിങ് അനോമലീസ് പറയുന്ന ആ ഒരു സ്കെലിറ്റണിൽ തന്നെ ഇവിടെ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ അലിഫ്, വാവ്, സ്വാദ്, യാ, അലിഫ്. ഇത് ഞാൻ എഴുതിയ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഔസ്വ എന്ന് ഒരു പ്രതിയിൽ കാണുന്നത് മറ്റേ പ്രതിയിലെത്തുമ്പോൾ ഇവിടെ വസ്വ എന്ന് പറഞ്ഞ ആ സ്കെലിറ്റണിലുള്ള അലിഫ് തന്നെ മിസ്സിംഗ് ആണ്. ഇതേപോലെ തന്നെ സ്കെലിറ്റണായിട്ടുള്ള ആ എഴുത്തിൽ വന്ന മാറ്റത്തിനെ കുറിച്ചാണ് ഇന്നും ഞാൻ പറഞ്ഞത്. അതായത് വസാരിഉ എന്ന് പറയുമ്പോൾ വസാരിഉ എന്ന എഴുത്തും ഇതാണ് വസാരിഉ എന്ന് പറയുന്ന എഴുത്താണ് ഒരു ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുക. മറ്റേ ഖുർആനിൽ അതേസമയം നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? സാരിഉ എന്നാണ്. അപ്പോൾ ഖിറാഅത്തിനനുസരിച്ച് ഈ സ്കെലിറ്റണിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഇവർക്ക് ഇവിടെ നീട്ടിയത് ഖിറാഅത്തിനനുസരിച്ച് സ്കെലിറ്റണിൽ ഈ ഒരു റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നതാണ് ഈ സ്കെലിറ്റൺ. അതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഇവർക്ക് ഇവിടെ കിട്ടിയത്. ചിലർ ന്യായീകരിച്ച് പറയാറുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഖിറാഅത്ത് എത്ര ഖിറാഅത്തുണ്ട് അംഗീകൃതമായത് അതിനെല്ലാം അനുയോജ്യമായ രീതിയിലാണ് ഈ ഒരു റസ്മ് എഴുതിയിട്ടുള്ളതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം എങ്ങനെയാണ് ഈ പറയുന്ന അലിഫും വായും അതുപോലെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഇടങ്ങളിലുള്ള അക്ഷരങ്ങളൊക്കെ മിസ്സാക്കിയിട്ടും മിസ്സാക്കാതെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് ഈ റസ്മിൽ കാണിച്ചുകൊണ്ട് അത് എങ്ങനെയാണ് എഴുതുക? ന്യായീകരിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് വേണ്ടേ? അതല്ല ഖുർആൻ്റെ പേരിൽ എന്തൊക്കെ നടമാടിയാലും എന്തൊക്കെ ഉണ്ടായാലും അത് ന്യായീകരിച്ച് വെളുപ്പിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് വില കൊടുത്ത് നമ്മളെ ന്യായീകരിച്ച് നിലനിർത്തുന്നതാണെങ്കിൽ നടക്കട്ട പരിപാടി.